തിരുവനന്തപുരത്ത് നിന്നും കാണാതായ 13 വയസ്സുകാരി കന്യാകുമാരിയിൽ എത്തിയതിന് സ്ഥിരീകരണമില്ല. റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് RPF ചെന്നൈ റീജിയന് കേരള പോലീസ് കത്ത് നൽകി. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള ഇരണിയൽ, കുഴിത്തുറ, നാഗർകോവിൽ തുടങ്ങിയ സ്റ്റേഷനുകളിലും പരിശോധന നടത്തും. കന്യാകുമാരിയിലെ തിരച്ചിൽ 6 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ കുട്ടിയെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും തന്നെ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം, കൃത്യമായി വിവരങ്ങൾ നൽകുന്നില്ലെന്ന് പോലീസ്. വിശദാംശങ്ങളുമായി കഴക്കൂട്ടത്തെ കുട്ടിയുടെ വീട്ടിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്, രശ്മി കാർത്തിക, തിരുവനന്തപുരത്ത് നിന്നും രാജീവ്, കന്യാകുമാരിയിൽ നിന്നും ടിൻഡുദാസ് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം രാജീവിലേക്ക്. രാജീവ്, നിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് ജനൻ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കന്യാകുമാരിയിൽ ഇപ്പോൾ സമഗ്രമായ ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ ഈ കുഞ്ഞ് എത്തിയതിൻ്റെ ഒരു സ്ഥിരീകരണം, പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ പരിശോധനയിൽ ഒരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല, അല്ലേ? സുരേഷ്, അത് തന്നെയാണ് ഏറ്റവും നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം രാവിലെ മുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ പോലീസിന് ലഭിച്ച മൊഴി അനുസരിച്ച്, ഈ കുട്ടിയെ പുലർച്ചെ കന്യാകുമാരിക്ക് സമീപം കണ്ടു എന്നായിരുന്നു ഒരു ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു പരിശോധന കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തി വന്നിരുന്നത്. കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘവും തമിഴ്നാട് പോലീസോട് ചേർന്നുകൊണ്ടായിരുന്നു ഈ കന്യാകുമാരിയിൽ വ്യാപകമായി പരിശോധന നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ബീച്ചിന്റെ പരിസരത്തുമൊക്കെ വ്യാപകമായി തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴും ആ പരിശോധന തുടരുന്നുണ്ട്. ഇതിനിടെയാണ് ഈ ഐലൻഡ് എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഈ ട്രെയിനിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. എന്നാൽ കുട്ടി അവിടെ എത്തി എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. കാരണം ആ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ചിത്രം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ കൂടുതൽ CCTV ദൃശ്യങ്ങൾ അവിടെയുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ചില സാധ്യതകൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത്, പാറശാല വരെ കുട്ടി ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന ഒരു സ്ഥിരീകരണം നിലവിൽ ലഭിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ അത്തരമൊരു വിവരം പോലീസിന് നൽകിയിട്ടുണ്ട്. ഇനി ചില നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നത്, ഒരുപക്ഷെ കുട്ടി പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നാഗർകോവിലാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ അവിടെ നിന്ന് ട്രെയിൻ കിട്ടും. ആ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ചെന്നൈയിലേക്കോ മറ്റോ കുട്ടി പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ്. കാരണം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുനെൽവേലി, അതുപോലെ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ട്രെയിൻ കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനാണ് നാഗർകോവിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി കഴിഞ്ഞാൽ നാഗർകോവിലാണ്. അവിടെ ഇറങ്ങിയിട്ട് എവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ 5 റെയിൽവേ സ്റ്റേഷൻ നിലവിലുണ്ട്. ഈ 5 റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും CCTV ഇല്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷന് മാത്രമാണ് CCTV ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉടൻ തന്നെ പരിശോധിക്കും. പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലെ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ പോലീസ് അംഗങ്ങൾ എത്തി മറ്റു സ്ഥലങ്ങളിലൂടെ പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇതിനൊപ്പമാണ് RPFന്റെ ചെന്നൈ റീജിയന് പോലീസ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കൃത്യമായ ഒരു പരിശോധന RPFന്റേതായി നടത്തണം. സംശയമുള്ള ട്രെയിനുകളിൽ പരിശോധന നടത്തണം. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കുന്നത് കാണുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കണം. ഈ ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ കണ്ടെത്തുകയാണെങ്കിൽ ആ വിവരം കേരള പോലീസിനെ കൂടി അറിയിക്കണം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ചെന്നൈ റീജിയനാണ് കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. കേരള പോലീസ് നൽകിയ ചിത്രവും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെന്നൈയിൽ തമിഴ്നാട് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനുകളിൽ, അതായത് നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും വന്ന ട്രെയിനുകളിലാണ് അവിടെ പരിശോധന നടത്തുന്നത്. കൂടുതൽ ട്രെയിനുകളിൽ പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശം കൂടി നിലവിൽ പോലീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോഴും ഈ കുട്ടി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലീസിന് കഴിയുന്നില്ല. വ്യാപകമായുള്ള പരിശോധന തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട് പോലീസ് ഈ അന്വേഷണവുമായി കാര്യമായി സഹകരിച്ചില്ലെന്ന പരാതി കേരള പോലീസിന് ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കണ്ടെത്തണമെന്ന ആവശ്യം തമിഴ്നാട് പോലീസിന് മുന്നിൽ വെച്ചെങ്കിലും വേണ്ടത്ര ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നൽകിയില്ല. മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നൊരു പരാതി കേരള പോലീസിന് ഉണ്ടായിരുന്നു. ഏതായാലും ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായതോടുകൂടി തമിഴ്നാട് പോലീസ് ഇപ്പോൾ ഊർജിതമായി തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ തരത്തിലും കേരള പോലീസിനെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറുമായി രാജു പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അത്രത്തോളം സഹകരണം ഉണ്ടായിട്ടില്ല എങ്കിലും ഇപ്പോൾ കൃത്യമായി
കാര്യമായ രീതിയിലുള്ള ഒരു ഏകോപനം സാധ്യമാക്കുന്നുണ്ട്. കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായുള്ള ഒരു പരിശോധനയാണ്. പക്ഷേ ആദ്യ മണിക്കൂറുകൾ നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ആദ്യ മണിക്കൂറുകളിൽ ഈ കുഞ്ഞ് അവിടെ എത്തി എന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു, അത്തരത്തിലുള്ള മൊഴികളുണ്ടായിരുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ തെരച്ചിൽ കന്യാകുമാരിയിലുടനീളം പ്രത്യേകിച്ച് ബീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളുടെ അപര്യാപ്തത മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി ഈ പരിശോധനയും തെരച്ചിലും അത്രത്തോളം കാര്യക്ഷമമായി വ്യാപിപ്പിക്കാൻ ഇടവരുത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായും സുരേഷ്, ഈ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ്. കാര്യം ഈ നാഗർകോവിലിനും അതുപോലെ തന്നെ കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള ചെറിയ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാറശാലയ്ക്കും നാഗർകോവിലിനും ഇടയ്ക്കുള്ള ചെറിയ സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ CCTV ദൃശ്യങ്ങൾ ഇല്ല, CCTV ക്യാമറകളില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തുക പ്രയാസമാകും. സമീപത്തെ ഈ കടകളിലോ മറ്റോ CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. അതിന് ഒരുപാട് സമയമെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാഗർകോവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ മൊഴികളാണ്. ഈ കുടുംബം നൽകുന്ന മൊഴികളിൽ ഈ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടിയുടെ സഹോദരനെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ ചെന്നൈയിൽ ഈ കുട്ടിയുടെ സഹോദരനുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ കുട്ടിയുടെ സഹോദരനുമായി ബന്ധപ്പെട്ടപ്പോൾ അയാൾ ബംഗളൂരിലാണെന്നാണ് നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചില വൈരുദ്ധ്യങ്ങൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴികളിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും അക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും പ്രഥമ പരിഗണന കുട്ടിയെ കണ്ടെത്തുക എന്നതിന് തന്നെയാണ്, അതിനായുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് ഏതായാലും തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ കൂടി സഹകരണത്തോടെ ചെന്നൈയിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനൊപ്പം തന്നെയാണ് പാറശാലയ്ക്ക് ശേഷം കുട്ടി ഏതെങ്കിലും ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും കാര്യമായ അന്വേഷണം തന്നെ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗർകോവിലാണ്. നാഗർകോവിലിൽ പരിശോധന നടത്തും. അവിടെ CCTV ക്യാമറകൾ പരിശോധിക്കും. ഈ പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ ആ കുട്ടി എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തും. ഇതിനൊപ്പം തന്നെയാണ് കേരള പോലീസ് നിലവിൽ RPF കൂടി സമീപിച്ചിരിക്കുന്നത്. RPF നാഗർകോവിലിൽ നിന്നും അതുപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്നും ചെന്നൈയിലേക്ക് ഉൾപ്പെടെ പുറപ്പെടുന്ന ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം നിലവിൽ തന്നെ കുട്ടിയുടെ ചിത്രം ഈ റെയിൽവേയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നൽകിയിട്ടുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ ചിത്രം കണ്ട് ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശം കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലോക്കൽ കമ്പാർട്ട്മെന്റുകളിലാണ് ഈ കുട്ടി കയറാൻ സാധ്യതയുള്ളത് എന്നൊരു നിഗമനം പോലീസിനുണ്ട്. കാരണം 40 രൂപ മാത്രമാണ് ഈ കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നത്. തമ്പാനൂരിൽ നിന്ന് ഈ ട്രെയിനിൽ കയറുമ്പോൾ പോലും ടിക്കറ്റ് എടുത്തിരുന്നോ എന്ന കാര്യത്തിൽ പോലീസിന് അവ്യക്തതയുണ്ട്. കാരണം 50 രൂപ മാത്രമായിരുന്നു കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കയ്യിൽ എടുത്തിരുന്നത്. നമുക്കറിയാം, കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ആവശ്യമായി, ലോക്കൽ ടിക്കറ്റ് ആണെങ്കിൽ കൂടിയും അതിൽ കൂടുതൽ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ 40 രൂപ കുട്ടിയുടെ കൈവശം ഉണ്ട് എന്ന് പറയുമ്പോൾ കുട്ടി ഒരു പക്ഷേ ടിക്കറ്റ് എടുക്കാതെ ആയിരിക്കാം ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയത്. ആ രീതിയിൽ തന്നെ കുട്ടി നാഗർകോവിലിൽ നിന്നും അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്നും മറ്റ് ട്രെയിനുകളിൽ കയറി പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി നേരത്തെ പറഞ്ഞ രീതിയിൽ അനുസരിച്ചാണെങ്കിൽ ഐലൻഡ് എക്സ്പ്രസിൽ കന്യാകുമാരിയിൽ എത്തിയ ആൾക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഈ കുട്ടിയുടെ ദൃശ്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും വിശദമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇതിന് പരിമിതികളുണ്ട്. കാര്യം ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും മണിക്കൂറുകൾ കഴിയുന്നു ഈ കുട്ടിയെ കാണാതായിട്ട്. അത്തരം ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ച് വരുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടന്നുകൊണ്ടുള്ള അന്വേഷണം നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പ് കന്യാകുമാരി SP സംസാരിക്കുകയും എല്ലാവിധ സഹകരണങ്ങളും വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് നല്ല രീതിയിലുള്ള സഹകരണം നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ചെന്നൈ പോലീസ് കമ്മീഷണറുമായും അദ്ദേഹം സംസാരിച്ചു. അവിടെയും വ്യാപകമായി തന്നെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംശയമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ്.